തനു, എഴുന്നേൽക്ക്, സമയം 10 കഴിഞ്ഞു, വിശക്കുന്നില്ലേ നിനക്ക്? ആര്യ മയങ്ങിക്കിടക്കുന്ന തനുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വരാം. നിലത്ത് വീണ് കിടക്കുന്ന ഷോർട്ട് എടുത്തിട്ട് കൊണ്ട് ആര്യ ബാത്റൂമിലേക്ക് കയറി. തനു കണ്ണും തുറന്ന് അവനെ നോക്കി അങ്ങനെ കിടന്നു. ആര്യ കുളിച്ചിറങ്ങിയിട്ടും തനു ആ കിടത്തം തന്നെയാണ്. എന്തേ വയ്യേ? ആര്യ അവളുടെ അടുത്ത് വന്നിരുന്നു ചോദിച്ചു. തനു ഒന്നും മിണ്ടാതെ അവൻ്റെ മടിയിലേക്ക് തലവെച്ച് അവൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നു. ആര്യ, എനിക്കിന്ന് മുഴുവൻ ഇങ്ങനെ കിടക്കാൻ തോന്നുക, അവൾ അവൻ്റെ വയറ്റിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. വേണ്ട തനു, എന്നെ ഇങ്ങനെ പിടിക്കല്ലേ, നീ താങ്ങില്ലാട്ടോ. അവൾ മൂളിക്കൊണ്ട് അങ്ങനെ കിടന്നുപോയി. കുളിച്ചു വാ, വിശക്കുന്നുണ്ടാകും, ഒരുപാട് അധ്വാനിച്ചതല്ലേ. പോ ആര്യ, അവൾ അവൻ്റെ വയറ്റിലൊന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് മടി തോന്നുന്നു ആര്യ. മടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. അവൻ അവളെ എടുത്ത് ഉയർത്തി ബാത്റൂമിൽ കൊണ്ടു നിർത്തി. തനു വേഗം ഡോർ അടച്ചു കളഞ്ഞു. ആര്യ ഒരു പുഞ്ചിരിയോടെ ഫോൺ എടുത്ത് ഫുഡ് ഓർഡർ ചെയ്തു. അർജുൻ ഓഫീസിൽ ഇരിക്കുകയാണ്. അവൻ ഫോൺ എടുത്ത് ശരണ്യയ്ക്ക് വിളിച്ചു. ഹലോ അർജുൻ, എന്തേ എന്നെ ഓർമ്മ വന്നത്? നിൻ്റെ ബോസ് അശ്വിനി അവിടെ ഇല്ലേ? ഇല്ല ശരണ്യ, അവൾ ഡാഡിയുടെ അടുത്തേക്ക് ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ പോയി. ഓ, എന്താണാവോ ഈ വിളിയുടെ ഉദ്ദേശം? എനിക്ക് ബോറടിക്കുന്നു, ഞാൻ നിൻ്റെ വീട്ടിൽ വരട്ടെ ശരണ്യ? നോ നോ അർജുൻ, രാഹുൽ ഉണ്ട് നാട്ടിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരുന്നത് സേഫ് അല്ല, സെർവൻ്റ് ശ്രദ്ധിക്കും. ഓ ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ എന്താ കാണാനൊരു വഴി? അർജുൻ, ഞാനൊരു മാരേജ് ഫംഗ്ഷൻ പങ്കെടുക്കാൻ മൈസൂർ പോകുകയാണ്. എന്നെ കാണണമെന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ട് വാ. അത് ശരണ്യ, രാഹുൽ കൂടെ ഉണ്ടാവില്ലേ? ഇല്ല, അവൻ ഇമ്പോർട്ടൻ്റ് ഓഫീസ് വർക്കുണ്ട്. ഞാൻ തനിച്ചാണ് പോകുന്നത്. ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ എത്താം. ഓക്കെ ശരണ്യ. ശരി അർജുൻ. ശരണ്യ ഒരു പുഞ്ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു. തനു കുളി കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി നിൽക്കുകയാണ്. മുഖം പതിവിലും തുടുത്ത് സുന്ദരിയായിട്ടുണ്ട്. അവൾ ധാവണിയും ചുറ്റി മുടിയെല്ലാം ഒതുക്കി കണ്ണെഴുതി ചെറിയ പൊട്ടും തൊട്ടു നെറ്റയിൽ കുങ്കുമം ചാത്തി. ആര്യ പിറകിലൂടെ അവളെ ചേർത്ത് പിടിച്ചു. അവളെ തന്നെ നോക്കി നിൽക്കുന്നു. തന്നു കണ്ണാടിയിലൂടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവളൊന്ന് മൂളി. നീ ഇന്നലെ വരുമെന്ന് കരുതി. ആര്യ, എന്തിയേ തനു? അമ്മ, ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴിയാണ്. എന്തേ തനു അവിടെ പ്രശ്നം? ജയ തനുവിനെ സോഫയിൽ പിടിച്ചിരുത്തി ചോദിക്കുകയാണ്. അവൾ അന്ന് നടന്നതെല്ലാം പറഞ്ഞു. തനു, ആ രാത്രി വല്ല ഹോട്ടലും റൂം തിരയുന്നതിന് പകരം ഇങ്ങോട്ട് വന്നാൽ എന്തായിരുന്നു? നീ അനാഥയൊന്നുമല്ല, നിൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ട്. അമ്മ ദേഷ്യപ്പെടല്ലേ. ആര്യയെ ആ അവസ്ഥയിൽ തനിച്ചാക്കി വരാൻ തോന്നിയില്ല. അവൻ പറഞ്ഞതാണ് എന്നെ ഇവിടെ ഇറക്കിത്തരാമെന്ന്. ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാണ്. എന്നാലും ആ അശ്വിനി വന്ന അന്നു മുതൽ ഓരോ പ്രശ്നവും ഉണ്ടാക്കുന്നുണ്ടല്ലോ തനു. അവൾ നിന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി ഓരോന്ന് കണക്കുകൂട്ടി ഉണ്ടാക്കുകയാണെന്നാണ് തോന്നുന്നത്. ആ സാവിത്രി ചേച്ചിയും ചന്ദ്രേട്ടൻക്കും സ്വന്തം മോനെ വിശ്വാസമില്ലാതായോ ആ പാതിരാത്രി ഇറക്കിവിടാൻ? അമ്മ, എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാതെ ഫ്ലാറ്റ് കിട്ടിയല്ലോ, അത്രയും സമാധാനിക്കാം. ഞാൻ ഇറങ്ങട്ടെ അമ്മ, വീട്ടിലെത്താൻ ലേറ്റാകും. നീ ഇരിക്കെ, ഞാൻ കപ്പയും മീൻകറിയും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോകാം. അമ്മ, സമയമില്ലല്ലോ, അത് പൊതിഞ്ഞ് തന്നേക്ക്, ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചുകൊണ്ട്. ആര്യക്ക് കപ്പയും മീൻകറിയും നല്ല ഇഷ്ടമാണ്. എന്തേ, ഭർത്താവിനെ കുറിച്ച് നല്ല കരുതലുണ്ടല്ലോ. ജയ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ അമ്മ, അവൻ പാവമാണ്, എന്നെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അമ്മക്കത് കേട്ടാൽ മതി. നിങ്ങളെന്നും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി. മോളുവാ, ഞാൻ പൊതിഞ്ഞു തരാം. ജയ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു. ശരി അമ്മ, ഞാൻ ആരെയും കൂട്ടി ഒരു ദിവസം വരാം. തനു ഭക്ഷണ പൊതിയും വാങ്ങി ജയയെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി അവിടെ നിന്നും തിരിച്ചു പോന്നു. ശരണ്യ, താൻ ഈ സാരിയിൽ സുന്ദരിയായിട്ടുണ്ടല്ലോ. ട്രാൻസ്പാരൻറ്റ് ബ്ലൂ സാരി ഒറ്റ ലെയറിലിട്ടുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ പൊട്ടിയുമിട്ട് അവൻ്റെ മുന്നിൽ വന്നു നിന്ന ശരണ്യയെ അടിമുടി നോക്കിക്കൊണ്ട് അർജുൻ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു. ഇരുവരും ശരണ്യ ബുക്ക് ചെയ്ത റൂമിലേക്ക് കയറി. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അർജുൻ ഇരിക്കും. ശരണ്യ പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറാൻ നിന്നതും അർജുൻ അവളുടെ കൈ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ഈ സമയം തന്നെ ശരണ്യയുടെ ഫോൺ റിങ് ചെയ്തു. ശരണ്യ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് അർജുനെ നോക്കി ഫോൺ എടുത്തു. ഹായ് ഡാർലിംഗ്, നീ എന്തു ചെയ്യുന്നു? രാഹുൽ, ഞാൻ ഫംഗ്ഷൻ ഹാളിലാണ്. എന്തേ രാഹുൽ? ഹേയ് ശരണ്യ, വെറുതെ ബോറടിച്ചപ്പോൾ വിളിച്ചു എന്നേ ഉള്ളൂ. നീ എൻജോയ് ചെയ്യേ. ഓക്കെ രാഹുൽ, ശരണ്യ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. അർജുനെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഇരുവരും അവരുടെ ലോകത്തായിരുന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ജയ? ഇത്രയും സംഭവം ഉണ്ടായിട്ട് നമ്മുടെ മോൾ നമ്മളെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ലല്ലോ. രാത്രി ജയ രവിയോട് തൻവിയുടെ വീട്ടിലുണ്ടായ സംഭവം പറയുകയാണ്.
നമ്മുടെ കുഞ്ഞ് അനാഥ ഒന്നുമല്ല. ആ ചന്ദ്രൻ എന്തു കരുതിയിട്ടാ എൻ്റെ മോളെ ആ പാതിരാത്രി പുറത്തിറക്കിയത്? ജയ, നമ്മൾ നാളെ രാവിലെ തന്നെ ആര്യയുടെയും തൻവിയുടെയും അടുത്തേക്ക് പോകുന്നു. രവി അത്രയും പറഞ്ഞ് റൂമിലേക്ക് നടന്നു. രാവിലെ അർജുനും ശരണ്യയും റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുകയാണ്. അർജുൻ, ഇന്ന് എനിക്ക് തിരിച്ചു പോകണം. ഇനി എന്നാണ് നമ്മൾ തമ്മിൽ കാണുക? നമ്മുടെ മീറ്റ് ആർക്കും ഡൗട്ട് വരാത്ത രീതിയിലാവണം. അതിനുള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ശരണ്യ. നീ അല്ലാതെ എനിക്ക് പറ്റാതായിട്ടുണ്ട് അർജുൻ. എൻ്റെ ഡാഡി കാരണമാ ആ രാഹുലുമായുള്ള എൻ്റെ വിവാഹം. ഞാൻ ഇത്രയും കാലത്തിന് ശേഷം നീയുമായിട്ടാണ് ഞാൻ ഇത്രയും എൻജോയ് ചെയ്തത്. ശരണ്യ, നമ്മൾ രണ്ടുപേരും സെയിമാണ്. ഈ സമയമാണ് അശ്വിനിയുടെ കോൾ വരുന്നത്. അർജുൻ മടുപ്പോടെ ഫോണിലേക്ക് നോക്കി. അവളാണ്. ഹലോ സ്വീറ്റ് ഹേർട്ട്. അർജുൻ ശരണ്യയെ നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഹായ് അർജുൻ, എന്നാ വരുന്നത് അശ്വിനി? ഐ മിസ് യു ഡാർലിംഗ്. അർജുൻ ശരണ്യയിൽ നിന്നും കണ്ണെടുക്കാതെ സംസാരിക്കുകയാണ്. സോറി അർജുൻ, അടുത്തൊന്നും വരാൻ കഴിയില്ല. ഞാൻ ഡാഡിയുടെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യട്ടെ. നീ കുറച്ചുകൂടി മിസ് ചെയ്യേണ്ടി വരും. ഓക്കെ അർജുൻ. അശ്വിനി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അർജുൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. തനു, ഫ്രിഡ്ജും അയൺ ബോക്സും പിന്നെ എന്തൊക്കെയാണ് അർജൻറ്റായി വേണ്ടതെന്ന് നോട്ട് ചെയ്യുക. ആര്യ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും കാണുന്നത് വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്ന ജയയെയും രവിയെയുമാണ്. തനു, ആര്യ ഒന്ന് നീട്ടി വിളിച്ചു. ആ അമ്മ, അച്ഛ. തനു അവരെ കണ്ടതും വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ഓടിച്ചെന്ന് ഇരുവരെയും കെട്ടിപ്പിടിച്ചു. ആര്യ വേഗം കസേര നീക്കി കൊടുത്തു. ഇരിക്കൂ. അവർ ഇരുവരും അതിലേക്കിരുന്നു. ആര്യ, ഇത്രയും സംഭവിച്ചിട്ട് എന്നെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ലല്ലോ നിങ്ങൾ? രവി ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. തനു, ബാഗ് പാക്ക് ചെയ്യൂ. ആര്യ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകാനാണ് വന്നത്. തനു ആശങ്കയോടെ ആര്യയെ നോക്കി. നോക്ക് ആര്യ, നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു അതൊന്നും എനിക്കറിയേണ്ട. പക്ഷേ ഈ അവസ്ഥയിൽ നിങ്ങളെ തനിച്ചാക്കാൻ എനിക്കാവില്ല. അച്ഛാ, ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടെ സന്തോഷത്തിലാണ്. എന്നാലും മക്കളെ, സ്വന്തമായി വീടുള്ളപ്പോൾ ഇങ്ങനെ വന്ന് താമസിക്കേണ്ട ആവശ്യമെന്താ? രവി റൂമിലൂടെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും അച്ഛാ, തനുവിനെ കൊണ്ടുപോയിക്കോളൂ. ഞാൻ ഒന്നുകൂടെ റൂമെല്ലാം സൗകര്യപ്പെടുത്തിയിട്ട് ഇവളെ വിളിക്കാൻ വരാം. ആര്യയുടെ സംസാരം കേട്ടതും തനു ഞെട്ടലോടെ അവനെ നോക്കി. നീ എന്തൊക്കെയാ പറയുന്നത്? തനു വെപ്രാളത്തോടെ പറഞ്ഞു. അച്ഛാ, അമ്മ, എനിക്കിവിടെ ഒരു കുഴപ്പവുമില്ല. തനു അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് കെഞ്ചി പറയുകയാണ്. ശരി മോളെ, നിങ്ങൾക്കാരുമില്ല എന്ന് കരുതരുത്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങളെ അറിയിക്കണം. ജയ തനുവിൻ്റെ സങ്കടം കണ്ടതും വേഗം പറഞ്ഞു. എന്നാൽ ഇറങ്ങാം രവിയേട്ടാ. പിന്നെ ജയ രവിയെ അധികം സംസാരിക്കാൻ അനുവദിക്കാതെ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. തനു അവരുടെ കൂടെ പുറത്തേക്ക് നടന്നു. ആര്യ പിന്നെയും ചിന്തയിലാണ്. അർജുൻ അവൻ്റെ പാർട്ട്ണർ രാജേന്ദ്രനുമായി മീറ്റിങ്ങിലാണ്. അശ്വിനിയുടെ ഓഫീസിൽ അവർ അറിയാതെ ക്ലയൻറ്റുമായി അർജുൻ ചില ഇടപാടുകൾ നടത്തുന്നുണ്ട്. അതിലൂടെ അശ്വിനി അറിയാതെ വലിയ എമൗണ്ട് അർജുന് കൈക്കലാക്കുന്നുണ്ട്. ഇന്ന് രാജേന്ദ്രൻ പുതിയ ക്ലയൻറ്റുമായി വന്നതാണ്. അവരുമായി ഡീൽ ഉറപ്പിക്കുന്ന ചർച്ചയിലാണ് അവിടെ നടക്കുന്നത്. തൻ്റെ ഈ ചീറ്റിംഗ് ഒന്നും അശ്വിനി അറിയില്ല എന്ന ഓവർ കോൺഫിഡൻ്റ് ഉണ്ട് അർജുന്. തനുവിയുടെ അമ്മയും അച്ഛനും വന്നു പോയ ശേഷം ആര്യ മൗനത്തിലാണ്. അത് തനുവിനും മനസ്സിലാവുന്നുണ്ട്. രാത്രിത്തേക്കുള്ള കഞ്ഞിയും ചമ്മന്തിയും കോവക്ക തോരനും റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചു. ആര്യയെ കഴിക്കാൻ വിളിക്കാനായി റൂമിലേക്ക് ചെന്നതാണ് തനു. ആര്യ ലാപ്ടോപ്പും തുറന്നു വെച്ച് ഇരിക്കുന്നുണ്ട്. ആര്യ, കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. തനു പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. നീ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. ആര്യ ലാപ്ടോപ്പിൽ നിന്ന് തല ഉയർത്താതെ തന്നെ പറഞ്ഞു. ആര്യ, ഭക്ഷണം വേസ്റ്റ് ആവില്ലേ? നിനക്ക് വേണ്ടെങ്കിൽ നേരത്തെ പറയാമായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും ഉള്ളത് ഞാൻ ഉണ്ടാക്കിയില്ലേ. കുറച്ച് കഴിക്കുക ആര്യ, ഫ്രിഡ്ജ് പോലും ഇല്ല കേട്ടോ ബാക്കിയുള്ളത് സൂക്ഷിക്കാൻ. തനു, എനിക്ക് വേണ്ട പറഞ്ഞില്ലേ? പിന്നെയും പിന്നെയും എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആര്യ ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. എന്താ ആര്യ, അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? അവർ എൻ്റെ അമ്മയും അച്ഛനുമല്ലേ? അവർ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാകും ആര്യ. കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ലേ? പിന്നെ എന്താ നിനക്ക് ആര്യ? തനു, നീ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞാൽ വിശപ്പില്ല എന്ന് തന്നെയാണ്. ഇങ്ങനെ പിറകെ നടന്ന് ദേഷ്യപ്പെടുത്താതെ പോവാ പ്ലീസ്. അവൻ അവളുടെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നെക്കൊണ്ട് ഇത്രയേ കഴിയൂ. നീ പോയിക്കോ നിൻ്റെ വീട്ടിലേക്ക്. ഞാൻ പോവില്ല, എവിടെയും പോവില്ല. ഇവിടെ തന്നെ, ഈ വീട്ടിൽ തന്നെ നിൽക്കും. നീ വേണമെങ്കിൽ പോയിക്കോ. എന്നെ കാണാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നീ പോയിക്കോ. ആര്യ തനു കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി. ബെഡിൽ കമിഴ്ന്നു കിടന്നു. അവളുടെ കണ്ണു നിറഞ്ഞാൽ ആര്യയുടെ നെഞ്ചു പിടയും. അവൻക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അവൻ മുഷ്ടി ചുരുട്ടി ചുമരിലേക്ക് ഇടിച്ചുകൊണ്ട്
ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെ ഇങ്ങനെ കരയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി ആര്യ? അവൻ സ്വയം പറഞ്ഞുപോയി. പിന്നെ മടിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. തനു മുഖവും വീർപ്പിച്ച് മൂക്കും വലിച്ച് ചെരിഞ്ഞു കിടക്കുകയാണ്. അവൻ അവളുടെ സൈഡിലേക്ക് നടന്നു. അവളുടെ അരികെ ഇരുന്നു. ബെഡ് അനങ്ങിയതും തനു സങ്കടം കൊണ്ട് അറിയാതെ തേങ്ങിപ്പോയി. സോറി തനു, അപ്പോഴത്തെ മൂഡിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. സോറി മോളെ, ഇനി ഒരിക്കലും ഞാൻ നിന്നെ കരയിക്കില്ല തനു, പ്ലീസ്. അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നു. സോറി. അവൻ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ കൂടെ കിടന്നുകൊണ്ട് ചെവിയിലായി പറഞ്ഞു. വാ, എനിക്ക് വിശക്കുന്നു തനു, കഞ്ഞി തണുത്തു കാണും. നീ കഴിച്ചോ, എനിക്ക് വിശപ്പ് കെട്ടു. ഓ, അതെങ്ങനെ കെടും? ഞാൻ നോക്കട്ടെ വിശക്കുന്നുണ്ടോ എന്ന്. ആര്യ എഴുന്നേറ്റ് അവളെ കോരിയെടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നു. ആര്യ ഒരു പുഞ്ചിരിയോടെ അവളെ കസേരയിലേക്ക് ഇരുത്തി കഞ്ഞി കോരി കൊടുത്തു. അവനും കുടിച്ചു. രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. എങ്കിലും ഇരുവരും ഓരോ നിമിഷവും കൂടുതൽ അടുക്കുകയാണ്. അവരുടെ പ്രണയം ദൃഢമാവുകയാണ്. ഇനി ഒന്നുകൊണ്ടും തങ്ങളെ പിരിക്കാൻ കഴിയാത്ത വിധം മുൻ ജന്മ ബന്ധം പോലെ ഇനിയുള്ള ജന്മവും ഞങ്ങളെ തന്നെ ഇണയാക്കി കിട്ടണമേ എന്ന് ആഗ്രഹിക്കുകയാണ്. ഫ്രണ്ട്സ്, അർജുൻ്റെ ഈ ചീറ്റിംഗ് മനസ്സിലായിട്ടാണോ അശ്വിനി ഒന്ന് മാറി നിന്നത്? നിങ്ങൾക്കെന്ത് തോന്നുന്നു? കമൻറ്റിൽ അറിയിക്കൂ.